ഇന്ത്യൻ ഭരണഘടന എന്ന ഭാഗത്തു നിന്നും PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, PSC ആവർത്തന ചോദ്യങ്ങൾ, ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട 130ലധികം ചോദ്യങ്ങൾ ആദ്യ 2 വീഡിയോ ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് 3ാമത്തെ ക്ലാസ് ആണ്. ആദ്യ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമനുസരിച്ചാണ് രാഷ്ട്രപതി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്? ഏത് അനുച്ഛേദമനുസരിച്ചാണ്? അനുച്ഛേദം 352 അനുസരിച്ചാണ്. ഭരണഘടനയുടെ 352 അനുച്ഛേദമനുസരിച്ചാണ് രാഷ്ട്രപതി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ 3 അടിയന്തരാവസ്ഥകളെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അതിലൊന്നാണ് ഏത്? ദേശീയ അടിയന്തരാവസ്ഥ. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് 352 വകുപ്പ് അനുസരിച്ചാണ്. മറ്റ് 2 അടിയന്തരാവസ്ഥകൾ ഏതൊക്കെയാണ്? സംസ്ഥാന അടിയന്തരാവസ്ഥ അഥവാ രാഷ്ട്രപതി ഭരണം, അതുപോലെ സാമ്പത്തിക അടിയന്തരാവസ്ഥ. സംസ്ഥാന അടിയന്തരാവസ്ഥ അഥവാ രാഷ്ട്രപതി ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം, അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാം, ഭരണഘടനയുടെ ഏത് അനുച്ഛേദമനുസരിച്ചാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്? ഏത് അനുച്ഛേദമനുസരിച്ചാണ്? അനുച്ഛേദം 356 അനുസരിച്ചാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന അനുച്ഛേദം 356 ആണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 360 ആണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 360. നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെയായിട്ടും സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തു വെക്കുക. നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത അടിയന്തരാവസ്ഥ സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. അടുത്ത ചോദ്യം, ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 368 ആണ്. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 368. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ്. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ്. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഭാഗം 20 ആണ്. ഭരണഘടനയുടെ ഭാഗം 20ലാണ് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ 3 ചോദ്യങ്ങളും എന്താണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1976 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ആദ്യ ഭാഗങ്ങളിലൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. എങ്കിലും ഒന്ന് വേഗത്തിൽ പറയാം. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. 42ാം ഭരണഘടനാ ഭേദഗതി വഴിയായി നമ്മുടെ ആമുഖത്തിൽ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഏതൊക്കെയാണ് ആ വാക്കുകൾ? സോഷ്യലിസ്റ്റ്, മതേതരത്വം, അവിഭാജ്യത. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, മതേതരത്വം, അവിഭാജ്യത എന്നീ 3 വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. അതുപോലെ മൗലിക കടമകൾ
ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയും ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. നമ്മുടെ മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഭാഗം 4A ആണ്. മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 51A ആണ്. അതുകൊണ്ട് ഭരണഘടനയിൽ ഭാഗം 4A, ആർട്ടിക്കിൾ 51A ഇവ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. അടുത്ത ചോദ്യം, സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1978 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് 44ാം ഭരണഘടനാ ഭേദഗതി. നമ്മുടെ 44ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റു ചില ചോദ്യങ്ങൾ കൂടിയുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. അടിയന്തരാവസ്ഥ സമയത്ത് പോലും ആർട്ടിക്കിൾ 20, 21 എന്നിവ റദ്ദു ചെയ്യാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതിയും ഏത് തന്നെയാണ്? 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. അടിയന്തരാവസ്ഥ സമയത്ത് പോലും ആർട്ടിക്കിൾ 20, 21 എന്നിവ റദ്ദു ചെയ്യാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതിയും 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. നമ്മുടെ 44ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അഥവാ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു. 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത സമയത്തെ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. നമ്മുടെ സ്വത്തവകാശം നിലവിൽ എന്തവകാശമാണ്? ഒരു നിയമാവകാശമാണ്. നിലവിൽ സ്വത്തവകാശം ഉൾപ്പെടുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 300A ആണ്. നിലവിൽ സ്വത്തവകാശം ഉൾപ്പെടുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 300A. ഈ ചോദ്യങ്ങളൊക്കെ എന്താണ്? പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം, കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 52ാം ഭരണഘടനാ ഭേദഗതിയാണ്. കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 52ാം ഭരണഘടനാ ഭേദഗതി. നമ്മുടെ 52ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത പട്ടികയാണ് 10ാം പട്ടിക. 10ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 52ാം ഭരണഘടനാ ഭേദഗതിയാണ്. അടുത്ത ചോദ്യം, വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61ാം ഭരണഘടനാ ഭേദഗതിയാണ്. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതിയാണ് 61ാം ഭരണഘടനാ ഭേദഗതി. 9ാമത്തെ ചോദ്യം എന്താണ്? ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 69ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതിയാണ് 69ാം ഭരണഘടനാ ഭേദഗതി. അടുത്ത ചോദ്യം, പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകിയ
ഭരണഘടനാ ഭേദഗതി ഏതാണ്? 73-ാം ഭരണഘടനാ ഭേദഗതിയാണ്. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകിയ ഭരണഘടനാ ഭേദഗതിയാണ് 73-ാം ഭരണഘടനാ ഭേദഗതി. നമ്മുടെ ഈ 73-ാം ഭരണഘടനാ ഭേദഗതി പ്രധാനപ്പെട്ട ഭേദഗതികളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറക്കാൻ പാടില്ലാത്ത കുറച്ച് ചോദ്യങ്ങൾ കൂടെ നമുക്ക് പഠിക്കാം. പഞ്ചായത്തി രാജ് നിയമം എന്നും ഇതറിയപ്പെടുന്നു. നമ്മുടെ 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം ഏതാണ്? ഭാഗം 9 ആണ്. ഭാഗം 9 ഉൾപ്പെടുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? അനുച്ഛേദം 243 മുതൽ 243 ഓ വരെയാണ്. നമ്മുടെ 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗമാണ് ഭാഗം 9. ഭാഗം 9 ഉൾപ്പെടുന്ന അനുച്ഛേദങ്ങൾ അനുച്ഛേദം 243 മുതൽ 243 ഓ വരെയാണ്. നമ്മുടെ 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക ഏതാണ്? 11-ാം പട്ടികയാണ്. 73-ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക 11-ാം പട്ടികയാണ്. ഇത് പരസ്പരം മാറിപ്പോകരുത്. 73-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗമാണ് ഭാഗം 9. 73-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടികയാണ് 11-ാം പട്ടിക. അടുത്ത ചോദ്യം, നഗര തദ്ദേശ അഥവാ മുനിസിപ്പാലിറ്റി സംവിധാനങ്ങൾക്ക് ഭരണഘടനാ പദവി ലഭിക്കാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 74-ാം ഭരണഘടനാ ഭേദഗതിയാണ്. നമ്മുടെ 73-ാം ഭേദഗതി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭേദഗതിയാണ് 74-ാം ഭേദഗതി. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാന ചോദ്യങ്ങൾ കൂടെ നമുക്ക് പഠിക്കാം. നഗരപാലികാ നിയമം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നിയമം എന്നും ഈ ഒരു ഭേദഗതി അറിയപ്പെടുന്നു. 74-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം ഏതാണ്? ഭാഗം 9A ആണ്. ഭാഗം 9A-യിൽ ഉൾപ്പെടുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? അനുച്ഛേദം 243 പി മുതൽ 243 സെഡ് ജി വരെയാണ്. നമ്മുടെ 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം 9A ആണ്. ഭാഗം 9A-യിൽ ഉൾപ്പെടുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? 243 പി മുതൽ 243 സെഡ് ജി വരെയാണ്. നമ്മുടെ 74-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക ഏതാണ്? 12-ാം പട്ടികയാണ്. 74-ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടികയാണ് 12-ാം പട്ടിക. ഇതും മാറിപ്പോകരുത്. 74-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം 9A ആണ്. കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക 12 ആണ്. അടുത്ത ചോദ്യം, നമ്മുടെ 73-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? 1993 ഏപ്രിൽ 24-നാണ്. 73-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 1993 ഏപ്രിൽ 24-നാണ്. ഈ ഒരു ഏപ്രിൽ 24 2010 മുതൽ നമ്മൾ പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നു എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർമ്മിക്കുക. 13-ാം ചോദ്യം, 74-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? 1993 ജൂൺ 1-നാണ്. 74-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 1993
ജൂൺ 1-നാണ്. മാസവും തീയതിയും ഓർത്തുവെക്കാൻ പ്രയാസമാണെങ്കിൽ വർഷമെങ്കിലും ഓർത്തുവെക്കുക. 73-ഉം 74-ഉം ഭേദഗതികൾ നിലവിൽ വന്നത് 1993-ലാണ്. അടുത്ത ചോദ്യം, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 2002-ലെ 86-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 2002-ലെ 86-ാം ഭരണഘടനാ ഭേദഗതി. നമ്മുടെ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21A ആണ്. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദം അഥവാ 86-ാം ഭരണഘടനാ ഭേദഗതി വഴിയായി ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21A ആണ്. അടുത്ത ചോദ്യം, സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാനുള്ള അവകാശം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 97-ാം ഭരണഘടനാ ഭേദഗതിയാണ്. സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാനുള്ള അവകാശം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 97-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 97-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം ഏതാണ്? ഭാഗം 9B ആണ്. 97-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം 9B ആണ്. അതുപോലെ അനുച്ഛേദം 43B സഹകരണ സംഘങ്ങളുടെ പ്രോത്സാഹനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു അനുച്ഛേദമാണ്. അനുച്ഛേദം 43B ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതിയും ഏതാണ്? 97-ാം ഭരണഘടനാ ഭേദഗതിയാണ്. അടുത്ത ചോദ്യം, GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 101-ാം ഭരണഘടനാ ഭേദഗതിയാണ്. GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 101-ാം ഭരണഘടനാ ഭേദഗതിയാണ്. GST നിലവിൽ വന്നത് എപ്പോഴാണ്? 2017 ജൂലൈ 1-നാണ്. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. 20-ാം ചോദ്യം, സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് 10% സാമ്പത്തിക സംവരണം അനുവദിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 103-ാം ഭരണഘടനാ ഭേദഗതിയാണ്. സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് 10% സാമ്പത്തിക സംവരണം അനുവദിച്ച ഭരണഘടനാ ഭേദഗതിയാണ് 103-ാം ഭരണഘടനാ ഭേദഗതി. അടുത്ത ചോദ്യം, നമ്മുടെ പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ അഥവാ വാച്ച് ഡോഗ് ഓഫ് പബ്ലിക് പേഴ്സ് എന്നറിയപ്പെടുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ CAG ആണ്. ഇന്ത്യക്ക് ഒരു CAG ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 148 ആണ്. ഇന്ത്യക്ക് ഒരു CAG ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 148 ആണ്. 22-ാം ചോദ്യം, അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 165 ആണ്. ആരാണ് അഡ്വക്കേറ്റ് ജനറൽ? നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ നിയമോപദേശകനാണ്. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ നിയമോപദേശകനാണ് അഡ്വക്കേറ്റ് ജനറൽ.
അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 165. 23-ാം ചോദ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 324 തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 324. നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ചോദ്യത്തിന് ശേഷം 24-ാമത്തെ ചോദ്യം പറയാം. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 1950 ജനുവരി 25-നാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. 1950 ജനുവരി 25-നാണ്. അതുകൊണ്ട് തന്നെ ജനുവരി 25 നമ്മൾ ദേശീയ സമ്മതിദായക ദിനം അഥവാ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയി 2011 മുതൽ ആചരിച്ചു വരുന്നു. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനം അഥവാ നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. 24-ാം ചോദ്യം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 243 കെ ആണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 243 കെ. 25-ാമത്തെ ചോദ്യം എന്താണ്? ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 280 ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 280. 26-ാം ചോദ്യം പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏതാണ്? അനുച്ഛേദം 315 പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 315. അടുത്ത ചോദ്യം ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 338 ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 338. ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 338 ആണ്. ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 338. അടുത്ത ചോദ്യം ഗവർണർമാരെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 153 നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് ആര്? ഗവർണർ. ഗവർണർമാരെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 153. ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 157 വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 157. 31-ാം ചോദ്യം ഓർഡിനൻസുകൾ പ്രഖ്യാപിക്കുന്നതിന് ഗവർണർക്കുള്ള അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 213 ഓർഡിനൻസുകൾ പ്രഖ്യാപിക്കുന്നതിന് ഗവർണർക്കുള്ള അധികാരം അല്ലെങ്കിൽ ഭരണഘടനയുടെ ഏതനുച്ഛേദം അനുസരിച്ചാണ് ഗവർണർ ഓർഡിനൻസുകൾ പ്രഖ്യാപിക്കുന്നത്? ഏതാണ്? അനുച്ഛേദം 213. അടുത്ത ചോദ്യം കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യൻ ഭരണഘടന
കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നുമാണ്. കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നുമാണ്. 33-ാം ചോദ്യം, അവശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ഏത് രാജ്യത്ത് നിന്നാണ്? കാനഡയിൽ നിന്നുമാണ്. അവശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നുമാണ്. നമ്മുടെ അവശിഷ്ടാധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 248 അവശിഷ്ടാധികാരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 248. അവശിഷ്ടാധികാരങ്ങളെ കൂടാതെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്നീ ആശയങ്ങളും കാനഡയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്നീ ആശയങ്ങൾ കാനഡയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഓസ്ട്രേലിയയിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്. നമ്മുടെ 3 ലിസ്റ്റുകളായ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടികയാണ് 7ാം പട്ടിക. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നീ 3 ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ പട്ടിക 7ാം പട്ടികയാണ്. ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 246. ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് അനുച്ഛേദം 246. അടുത്ത ചോദ്യം, ഭാഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ പട്ടിക ഏതാണ്? 8ാം പട്ടിക അഥവാ 8ാം ഷെഡ്യൂൾ ആണ് അല്ലെ. ഭാഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ പട്ടികയാണ് 8ാം പട്ടിക. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം എത്രയാണ്? 22. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം 22. അടുത്ത ചോദ്യം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര പട്ടികകൾ അഥവാ ഷെഡ്യൂളുകളാണ് ഉള്ളത്? എത്ര എണ്ണമാണ്? 12 എണ്ണമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 12 പട്ടികകളാണ് ഉള്ളത്. നമുക്കറിയാം 12ാമത് പട്ടിക കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, 1992 74ാം ഭരണഘടനാ ഭേദഗതിയാണ്. 12ാം പട്ടിക കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതിയാണ് 1992 74ാം ഭരണഘടനാ ഭേദഗതി. നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര പട്ടികകളാണ് ഉണ്ടായിരുന്നത്? 8 എണ്ണമാണ്. ഭരണഘടന നിലവിൽ വരുമ്പോൾ 8 പട്ടികകളാണ് ഉണ്ടായിരുന്നത്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ച് പറയുന്ന കാര്യങ്ങളും എല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുക മാത്രമല്ല, ഈ വീഡിയോയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും എഴുതി വെച്ച് പഠിക്കാൻ കൂടി ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, നമ്മുടെ പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഗ്രാമസഭയാണ്. പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാനം ഗ്രാമസഭയാണ്. ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് ആരാണ്? വാർഡ് മെമ്പറാണ്. ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് വാർഡ് മെമ്പറാണ്. ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരാണ്? വാർഡ് മെമ്പറാണോ? അല്ല, അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. നമ്മുടെ PSC പലപ്പോഴായി ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഇന്ത്യൻ പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ ശില്പി, അതുപോലെ ഇന്ത്യൻ പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ബൽവന്ത് റായ് മേത്തയാണ്. ഇന്ത്യൻ പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ ശില്പി അല്ലെങ്കിൽ ഇന്ത്യൻ പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്.
2007 മുതൽ 2023 വരെ കേരള PSC നടത്തിയിട്ടുള്ള പല പരീക്ഷകളുടെ ചോദ്യപേപ്പർ വിശകലനം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ 3 വീഡിയോകളും തയ്യാറാക്കിയിട്ടുള്ളത്. 3 വീഡിയോകളിലായി പരമാവധി ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ ചോദ്യങ്ങളും എന്താണ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യങ്ങളും എഴുതി വെച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക.